മാമിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ നല്ല ക്ലാസ്സായിരുന്നു. വെറുതെ പറയുകയല്ല, ഞാനാണെങ്കിൽ കണ്ടിന്യൂസ് ബാച്ചിന് വേണ്ടിയിട്ട് ഒരു 2 മന്ത്സോ അങ്ങനെ എന്തോ കണ്ടിന്യൂസ് ബാച്ചിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് അതൊന്നും തന്നെ നോക്കാൻ പറ്റിയില്ല, ഫോളോ ചെയ്ത് പോകാൻ പറ്റിയില്ല. മാം വളരെ ആത്മാർത്ഥമായിട്ട് ഗ്രൂപ്പിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നോക്കിയില്ല. പക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് മാമിൻ്റെ ആ 10 ദിവസത്തെ ആ ഒരു ക്ലാസ് 10 ഡേയ്സ് ക്ലാസ്സാണ് ഞാൻ നോക്കിയത്. അപ്പോൾ നല്ല രീതിയിൽ നോക്കിയായിരുന്നു. അത് മാത്രം വെച്ച് തന്നെ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഈ ഒരു IIMS അക്കാഡമിയുടെ ക്ലാസ് ബെസ്റ്റാണ്. ഈ ഒരു 10 ദിവസത്തെ ക്ലാസ് വെച്ച് ഫസ്റ്റ് പേപ്പറിന് നമുക്ക് 65 എബോ അല്ലെങ്കിൽ 60 എബോ ഉറപ്പായിട്ട് എടുക്കാം. ഈ 10 ക്ലാസ് മാത്രം കണ്ടാൽ മതി എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം അത്ര എഫക്റ്റീവാണ് മാം, അത്ര ആത്മാർത്ഥമായിട്ടാണ്. ഞാൻ കഴിഞ്ഞ തവണയും ഇതുപോലെ 10 ഡേയ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് 1 മാർക്കിനാണ് എനിക്ക് പോയത് ടോട്ടൽ. അപ്പോൾ ഇത്തവണയും ഞാൻ വിചാരിച്ചു മാം അതേ ക്ലാസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നതെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. മാം അതിൽ ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിൽ ക്വസ്റ്റ്യൻസിൽ വന്ന് പുതിയ പുതിയ ടോപ്പിക് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് മാം ചെയ്യുന്നത്. ആ ഒരു ആത്മാർത്ഥത എക്സാമിന് നമ്മളിലും മര്യാദയ്ക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ജനറലിൽ ഫസ്റ്റ് പേപ്പറിന് ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് മാമിനെ സജസ്റ്റ് ചെയ്യും. കാരണം അത്ര ആത്മാർത്ഥമായിട്ടാണ് മാം ക്ലാസ് ഇടുന്നത്. അതുപോലെ ആ ക്ലാസ് കാണുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് പിന്നെ അത് റിവൈസ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. പലതും നമ്മൾ ആ ഒരു ഒറ്റ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ മാം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് നല്ല മാർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ മാമിനാണ് താങ്ക് യു പറയേണ്ടത് ഫസ്റ്റ് പേപ്പറിന്. താങ്ക് യു മാം.